സ്വാഭാവികമായിട്ടും ഈ ഗൾഫ് രാജ്യങ്ങളുടെ താവളങ്ങളും വിമാനത്താവളങ്ങളും അവരുടെ ഒരുപക്ഷെ ഡീസലൈനേഷൻ പ്ലാന്റുകളടക്കം ഇനിയും ലക്ഷ്യം വെക്കുവാനും ആക്രമിച്ച് നശിപ്പിക്കുവാനുള്ള ശേഷി ഇറാനുണ്ട്. അപ്പം ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെയുള്ള ഒരു കണക്കെടുക്കുമ്പോൾ മിസൈൽ സ്ട്രൈക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷിയെ പരിമിതപ്പെടുത്തുവാനോ ദുർബലമാക്കാനോ പോലും ഇസ്രായേൽ അമേരിക്ക ചുമതല കഴിഞ്ഞെടുക്കാം. അതുകൊണ്ട് യുദ്ധം നീളാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റിലേക്ക് വരുന്നത് വഴി മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അതേസമയം ഈ ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമിക്കാനുള്ള ടാർഗറ്റുകളുടെ എണ്ണം ഒരുപക്ഷെ അനന്തമാണെന്ന് പറയേണ്ടി വരും. അതങ്ങനെ നിലനിൽക്കുന്ന കാലത്തോളം കാർഗിലിന്റെ പിടിച്ചെടുക്കാൻ നടക്കുന്ന ഒരു കര നീക്കം, അതല്ലെങ്കിൽ അവരുടെ തന്നെ എണ്ണക്കമ്പകളെ ആക്രമിക്കാനുള്ള ശ്രമം, ഇറാന്റെ തന്നെ എണ്ണ ശുദ്ധീകരണ പ്ലാന്റുകൾ ആക്രമിക്കുക, ഇങ്ങനെയുള്ള കഠിനമായ നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഗൾഫ് മേഖലയിലുള്ള എല്ലാ ലക്ഷ്യങ്ങളും അവർ ആക്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്ക് സാമ്പത്തിക ഘടനയ്ക്കും ആ രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. ദുബായ്, അബുദാബി പോലെയുള്ള നഗരങ്ങളെല്ലാം ടൂറിസത്തെയും വലിയ രൂപത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന നഗരങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ പ്രദേശം, ടൂറിസത്തിന്റെ കേന്ദ്രം എന്നുള്ള നിലയിലെത്തിയാണ് ആ രാജ്യങ്ങളുടെ യുണീക്ക് സെല്ലിംഗ് USP അതാണ്. അപ്പൊ അതില്ലാതാവുന്നതോടുകൂടി ഈ നഗരങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ഒരു നഗര രാഷ്ട്രങ്ങൾ എന്ന നിലയിലാണല്ലോ ദുബായും അബുദാബിയും നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് ആഗോളാടിസ്ഥാനത്തിലുള്ള എണ്ണ വിതരണത്തെ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമെന്ന നിലയ്ക്ക് ഗൾഫിന്റെ പ്രാധാന്യത്തെ നിർണായകമായി കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ അത് ഈ എന്ന് പറയുന്ന 6 ഗൾഫിലെ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ നിർണായകമായി സ്വാധീനിക്കുകയും ആഗോള സമ്പദ് വ്യവസ്ഥയും വലിയ മാന്ദ്യതയ്ക്ക് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റ് മാത്രമായിരിക്കും ഒരുപക്ഷെ കരണീയമായിട്ടുള്ളത്. അതിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ നീങ്ങാനാണ് സാധ്യത. റഷ്യയുടെ ഇടപെടലിനെ സംബന്ധിച്ചും ചില പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ, നയങ്ങൾ ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് കൂടി കാര്യത്തിൽ ശ്രദ്ധേയമാണ്. ദുബൈയിലേക്ക് അയച്ചിട്ടുള്ള റഷ്യയുടെ എണ്ണ ടാങ്കർ പിടിച്ചെടുക്കും. അങ്ങനെ പിടിച്ചെടുത്താൽ അതൊരു റഷ്യ അമേരിക്ക മുഖാമുഖം അണിനിരക്കുന്ന 1968 ക്യൂബൻ ക്രൈസിസ് പോലെയുള്ള ഒരു സംഘർഷത്തിലേക്ക് നയിക്കും എന്ന് കരുതിയിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ട്രംപ് നയം മാറ്റുകയും ആർക്ക് വേണമെങ്കിലും രൂപയ്ക്ക് എണ്ണ കൊടുക്കാം, അമേരിക്ക അതിൽ ഇടപെടില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്തു. ഇതുപോലെ റഷ്യയുടെ സഹായം ഇറാന് വലിയ തോതിൽ കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ റഷ്യയുമായി അമേരിക്ക ഒരു ധാരണയിലെത്തിയാൽ പുടിനും ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ ചില കൊടുക്കൽ വാങ്ങലുകളും ഒക്കെ കൂടി പരിഗണിച്ചാൽ ഒരുപക്ഷെ റഷ്യയുടെ ഒരു ഇന്റർവെൻഷൻ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക അതിന്റെ ലക്ഷ്യങ്ങൾ നേടി ഇറാനെ ഒരുപക്ഷെ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് പ്രേരിപ്പിക്കുവാനും സാധ്യതയുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ കൃത്യമായ ഒരു ചിത്രം ഉരുത്തിരിഞ്ഞ് വരേണ്ടതുണ്ട്. പ്രധാന വിഷയവും ഇറാൻ അതിന്റെ ആക്രമണം തുടരുന്നു. ഇസ്രായേലാണെങ്കിൽ ലബനൻ മേഖലയിലേക്ക് നിരന്തരമായ അവരുടെ മിലിറ്ററി ഇൻസർഷൻസ് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സാഹചര്യത്തിൽ ചില ബാക്ക്ഡോർ ഡിപ്ലോമസി നടക്കുന്നുണ്ട് എന്ന് സൂചനകൾ കിട്ടുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഫൈനൽ ഔട്ട്കം നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.